ഗുഡ് മോർണിംഗ്. രാവിലെ പതിവ് പോലെ വിളക്കൊക്കെ വെച്ച് നാമമൊക്കെ ജപിച്ചു. അത് കഴിഞ്ഞ് അടുക്കളയിലോട്ട് വന്നു. ഇന്ന് രാവിലെ അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കറി എന്തോ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചതും കുറച്ച് വെണ്ടയ്ക്ക ഓണത്തിന് വാങ്ങിച്ചതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട്. അത് നമ്മൾ പച്ചക്കറി വാങ്ങിയ ഉടനെ തന്നെ കഴുകി കട്ട് ചെയ്ത് ഫ്രിഡ്ജിലങ്ങ് വയ്ക്കും, ബോക്സിലാക്കി. പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് സവാളയും പച്ചമുളകും കൂടെ വഴറ്റി അതിലേക്ക് തന്നെ വെണ്ടയ്ക്കയും കൂടെ ഇട്ട് വഴറ്റി തേങ്ങയും ജീരകവും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും കൂടെ അരച്ചെടുത്തിട്ട് അതും കൂടെ ഒഴിച്ചു. ഇതെല്ലാം വാടി വന്നപ്പോൾ അതും കൂടെ ഒഴിച്ചു. നന്നായിട്ട് തിളച്ചപ്പം ഉപ്പും ഇട്ട് കടുകും താളിച്ച് വാങ്ങി വെച്ചു. ഇതിനിടയ്ക്ക് പിള്ളേർക്ക് ഫുഡ് കൊടുത്തു, ചിക്കനും ചോറും വേവിച്ച് കൊടുത്തു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ കുട്ടുവിനൊരു കൊച്ചിത്തീറ്റ, കുറച്ച് റോൾസിൻ്റെ ഇതെടുത്ത് അവന് കൊടുത്തു. റോൾസ് അത് നിന്നുകൊണ്ടിരിക്കുക. മറ്റവനവിടെ കളിക്കുന്നുണ്ട് കിടന്ന്. കഴിച്ച് കഴിഞ്ഞിട്ടുള്ള കിടപ്പാണ്. ഇവൻ അങ്ങനെ ചിലപ്പോൾ നിറയെ കഴിക്കത്തില്ല, ചിലപ്പോൾ അത് കുറച്ച് വെച്ചിട്ട് പിന്നെ ഇതേ റോൾസ് എടുത്തിട്ട് കഴിക്കും. പിന്നെ ഞാൻ അപ്പമൊക്കെ ചുട്ടു. ഇന്ന് അപ്പം തന്നെ ഉച്ചയ്ക്കും കൊണ്ടുവന്ന് വിചാരിച്ചു, എളുപ്പമുണ്ടല്ലോ. ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ എനിക്ക് കൂടുതലും ചോറിനെക്കാട്ടും ഇഷ്ടം പലഹാരമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മിക്ക ദിവസവും പലഹാരമാണ് ഉച്ചയ്ക്കും കൊണ്ടുവന്നത്. അപൂർവം ദിവസങ്ങളിലെ ചോറ് കൊണ്ടുപോകാറുള്ളൂ. പിന്നെ ജാപ്പി ഉണ്ടാക്കി കാപ്പിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് പുറത്ത് വന്നു. പിള്ളേർ രണ്ടും കളിയും ബഹളമൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുക. ഞാൻ പോകാൻ റെഡിയാകുമ്പോൾ ഇനി ഇവരെ കൂട്ടിലാക്കണം. ഫുഡ് കഴിച്ചിട്ട് അവരെ കൂട്ടിലാക്കി ഓഫീസിലോട്ട് പോകണം. അത് നിലക്കടല ചട്നിയാണത്. അതും കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ. വൈകുന്നേരം കാണാം.